ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേരുന്നു. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് തിരുവാതിരപ്പുഴുക്കാണ്. അപ്പോൾ അമ്മ രാവിലെ അതിനുള്ള പണിയാന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ, ഹായ്. ഇന്ന് തിരുവാതിരയാണ്. ഞങ്ങളിതിൻ്റെ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. കുക്കറിനകത്ത് വൻപയർ ഇട്ടിരിക്കുക, അതൊന്ന് വേവിക്കണം. നമുക്ക് തിരുവാതിരപ്പുഴുക്കിനുള്ള കൂർക്ക ആദ്യം എടുക്കുക. അത് കഴിഞ്ഞ് കാച്ചിക്കായ, ഏത്തക്കായ എടുക്കും, കപ്പ, ഇച്ചിരി ചേന, ചേമ്പ്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. എത്ര പുഴുങ്ങുന്നോ അതിനുള്ള സാധനങ്ങൾ എടുക്കണം. പയർ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചേർക്കാനുള്ള തേങ്ങ, ഒരു 6-7 പച്ചമുളക്, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മുടെ വൻപയർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞ സാധനങ്ങളെല്ലാമാണ്. അതെല്ലാം ഒന്ന് 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം. അതിലെ ആ മണ്ണും അഴുക്കും എല്ലാം ഒന്ന് പോകാനായിട്ട് ഇതുപോലെ എടുത്ത് മാറ്റിയെടുക്കാം. 2-3 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ കഴുകണം. അപ്പം നമ്മുടെ പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം കഴുകി എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് വേകട്ടെ. അപ്പം നമ്മുടെ പുഴുക്കിനുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റായി. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നന്നായിട്ടത് വെന്തിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങളെല്ലാം വെന്തു. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കിലോ വൻപയർ വേവിച്ചതാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരപ്പ് നമുക്കിടാം. മഞ്ഞൾപ്പൊടി, കരിവേപ്പില, ഒരു 6-7 പച്ചമുളക്. അത് നമുക്ക് എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കാം. എത്ര എരിവ് വേണോ അത്രയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ആട്ടിച്ച നല്ല വെളിച്ചെണ്ണയാണ്. ഇതുകൂടി നമുക്കൊരു 2 സ്പൂണിന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിരിച്ച് കിട്ടാം. അപ്പം ഈ അരപ്പിനകത്ത് ആവി കയറും. പിന്നെ എല്ലാം കൂടെ ഒന്ന് ആവി കയറണം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടപ്പ് നീക്കി നോക്കാം. നല്ല ആവി കയറിയിട്ടുണ്ട്. എല്ലാം വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല വെന്തു. ഇത് നമുക്കിനി ഇളക്കി ഉപ്പുമൊക്കെ നോക്കി ചൂടോടെ കഴിക്കാം. ഗ്യാസിനെ ഓഫ് ചെയ്യുകയാണ്. ഒരു മണമൊക്കെ വരുന്നുണ്ട് പുഴുക്കിൻ്റെ. കറി വേണ്ടവർക്ക് കറി കൂട്ടി കഴിക്കാം. നോയമ്പുള്ളവർക്കൊക്കെ ആണെങ്കിൽ പുഴുക്ക് തന്നെ കഴിക്കാം. എനിക്ക് നോയമ്പുണ്ട്. ഇന്ന് തിരുവാതിര നോയമ്പാണ്.
നല്ല ചൊവ്വിനെല്ലാം വെന്തു. ചേമ്പും എല്ലാം ഇതിനകത്ത് നല്ല വെന്ത് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. കൂർക്കയും ഏത്തക്കായും എല്ലാം കണ്ടില്ല, ഒന്നും കാണാനില്ല. നല്ല പോലെ വെന്തു. ആ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഴുക്കതായി റെഡിയായി. നല്ല ഇളക്കി ഞാൻ എല്ലാം ഇളക്കിനായി. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് കുറച്ച് മാറ്റി. നല്ല ചൂടാകട്ടോ. അപ്പം ഞാൻ തന്നെ ആദ്യം ഇത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നല്ല ചൂടാ. ഉപ്പും എരിവും എല്ലാം ഉണ്ട്. നല്ല സ്വാദുണ്ട്. എല്ലാവരും ഇത് വെക്കണം. തിരുവാതിരപ്പുഴ എല്ലാവർക്കും അറിയാം, എന്നാലും എല്ലാവരും ഇത് വെച്ച് കഴിക്കണം. നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തിരുവാതിര ആശംസകൾ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.